ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തെ വെറുത്തിട്ടുണ്ടോ? ഇന്ന് നല്ലൊരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കേട്ടിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരിക്കലൊരിടത്ത് വളരെ മനോഹരമായൊരു ഗ്രാമം ഉണ്ടായിരുന്നു. മനോഹരമായ പൂക്കളുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരമായൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ മിസ് മേരി എന്ന പേരുള്ളൊരു വൃദ്ധ താമസിച്ചിരുന്നു. ഒരുപാട് കാലങ്ങളായി ആ അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 50 വർഷമായി തൻ്റെ മനോഹരമായ പൂന്തോട്ടം പരിപാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ഈ അമ്മ. സുന്ദരമായ പൂക്കളും സുഗന്ധമുള്ള ഔഷധങ്ങളും രുചികരമായ പച്ചക്കറികളും നിറഞ്ഞ ആ അമ്മയുടെ പൂന്തോട്ടം ആ ഗ്രാമത്തിൻ്റെ തന്നെ അഭിമാനമായിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ അമ്മയ്ക്ക് തോന്നാറുണ്ട്, എൻ്റെ ജീവിതം വെറുതെയാണ്, ഒരു ഉപയോഗശൂന്യമായ ജീവിതമാണ് എൻ്റേത് എന്നൊക്കെ തോന്നാറുണ്ട്. അതുപോലെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സഞ്ചാരികളോട് പലപ്പോഴും ഈ അമ്മയ്ക്ക് അസൂയ തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മ തൻ്റെ പൂന്തോട്ടത്തിൽ പുതിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഗേറ്റിനടുത്ത് അലൻ എന്ന പേരുള്ളൊരു കുട്ടി വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി ഈ കുഞ്ഞിനെ. വൈകാതെ തന്നെ ഈ അമ്മയും അലനും നല്ല കൂട്ടുകാരായിട്ടോ. പൂന്തോട്ടത്തിൽ പലപ്പോഴും ഈ അമ്മയെ സഹായിച്ചിരുന്നത് അലനായിരുന്നു കേട്ടോ. പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാനും ചെടികൾ നനയ്ക്കാനും ഒക്കെ ഈ അമ്മയെ സഹായിച്ചുകൊണ്ട് അലൻ അങ്ങനെ നിന്നു. അങ്ങനെ ഇവർ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ ഈ അമ്മ അലനോട് ഈ അമ്മ ഗ്രാമത്തിൽ ജീവിച്ച ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഒരു പുതിയൊരു വിത്ത് നട്ട് അത് ചെടിയായി അതിലൊരു പൂ വിരിയുമ്പോഴുള്ള ആ അമ്മയുടെ സന്തോഷത്തെക്കുറിച്ചൊക്കെ ഈ അമ്മ അലനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ അലൻ അമ്മയോട് പറയുകയാണ്, അമ്മയുടെ പൂന്തോട്ടം ശരിക്കും ഒരു മാന്ത്രിക ലോകമാണ്. അമ്മയുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് ഈ ഗ്രാമം തന്നെ സുന്ദരമായിരിക്കുകയാണെന്നൊക്കെ അലൻ ഈ അമ്മയോട് പറയാൻ കേട്ടോ. അപ്പോൾ ഈ അലൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മിസ് മേരിക്ക്, ഈ ഒരു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അലനോട് അപ്പോൾ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ ഈ അമ്മയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അമ്മയ്ക്ക് അലൻ്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷം തോന്നിയാലും അമ്മയുടെ ഉള്ളിൽ അപ്പോഴും വിഷമത്തിലാണ് കേട്ടോ. അമ്മ അലനോട് പറയുകയാണ്, മറ്റുള്ളവരുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം വളരെ സാധാരണമാണ്, എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് അലൻ. ഇത് കേൾക്കുന്ന അലൻ അമ്മയ്ക്ക് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. പകരം അലൻ എന്താ ചെയ്തത്, ഈ അമ്മയുമായിട്ട് ഗ്രാമത്തിലൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ അമ്മയും അലനും കൂടെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ മിസ് മേരിയെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ അടുത്ത് വരികയാണ് കേട്ടോ. ഈ അമ്മയുടെ ഔഷധ സസ്യങ്ങളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കിയത്, ഞങ്ങളുടെ വീട്ടിൽ മരണം സംഭവിച്ചപ്പോൾ അമ്മയുടെ പൂക്കളാണ് ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷം നൽകിയത്. അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ മിസ് മേരിയുടെ അടുത്ത് വന്നിട്ട് അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. പിന്നീട് അലൻ ഈ അമ്മയുമായിട്ട് പോയത് അവിടെ അടുത്തൊരു പുഷ്പമേള നടക്കുന്നുണ്ട്, അവിടേക്കാണ് കേട്ടോ പിന്നീട് അലൻ ഈ അമ്മയെ കൊണ്ടുപോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അലൻ അമ്മയോട് പറയാണ്, നോക്കൂ അമ്മേ, ഈ പൂക്കളെല്ലാം അമ്മയുടെ പൂന്തോട്ടത്തിലേതാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അവിടുത്തെ ആളുകളൊക്കെ മിസ് മേരിയുടെ അടുത്ത് വന്നിട്ട് നന്ദി പറയുകയാണ്. ആണോ, ഇത് അമ്മയുടെ പൂന്തോട്ടത്തിലെ പൂക്കളാണോ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് നന്ദിയുണ്ട് അമ്മയോടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയോട് നന്ദി പറയുകയാണേ അവിടെയുള്ള ആളുകളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മിസ് മേരിക്ക്, ആ ഒരു അമ്മയ്ക്ക് എൻ്റെ ജീവിതം എത്ര മഹത്വമേറിയതാണ്, എൻ്റെ ജീവിതം എല്ലാവരും എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ മിസ് മേരിക്ക് മനസ്സിലാവുന്നത്. അന്ന് മുതൽ മിസ് മേരി പുതിയൊരു ലക്ഷ്യബോധത്തോടും സന്തോഷത്തോടും കൂടി ജീവിതം ആസ്വദിച്ചു. കൂടുതൽ സ്നേഹത്തോടും കരുതലോടും കൂടി അവർ തൻ്റെ പൂന്തോട്ടത്തെ പരിപാലിച്ച് അങ്ങനെ ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കാൻ അവർ പഠിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ നമ്മൾക്ക് നല്ലൊരു ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തായാലും രക്ഷപ്പെടും. നാളെ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.